ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പി ആട്ടോ. ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കുക. പുറത്ത് പോയി കഴിക്കണമെങ്കിലൊക്കെ നല്ലൊരു ബഡ്ജറ്റ് വേണ്ടി വരും കേട്ടോ. അതന്നെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി ആട്ടോ. ഈ പിസ്സ പിന്നെ ചീസ് അതിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം. ചിക്കൻ നന്നായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ചിക്കൻ ക്യൂബായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. എന്നിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ പീസൊന്ന് ക്വൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു മുട്ടയും കൂടിയും പൊട്ടിച്ചിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. മാവ് ഇപ്പം തന്നെ കൂട്ടണ്ട, നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂട്ടിയാൽ മതി. ഞാൻ സോയ സോസ് ഇടാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സോയ സോസും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. കുറച്ച് ബട്ടർ ഒന്ന് മെൽട്ടാകാൻ വെക്കുക കേട്ടോ. കുറച്ച് ബട്ടർ മെൽട്ടായ ശേഷം അതിലേക്ക് ഒരു സ്പൂണ് മൈദ ആഡ് ആക്കിയിട്ട് നല്ലൊന്ന് റോസ്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇതായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ പാക്കറ്റ് പാലാണ് ഒഴിക്കുന്നത്. ആ കട്ട പിടിച്ചതൊക്കെ ഒന്ന് നല്ലൊന്ന് മാഷാക്കിയിട്ട്, നല്ല സ്പാച്ചില ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. എൻ്റെ അടുത്തുള്ള സ്പാച്ചില പൊട്ടിപ്പോയി. അപ്പോൾ ചട്ടം കൊണ്ടായാലും കുഴപ്പമില്ല, സ്പാച്ചുല ആണെങ്കിൽ ഒന്നും കൂടി നന്നാട്ടോ. അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊന്ന് ഇളക്കി കൊടുത്തും കൊണ്ട് എന്നാലും ഒന്ന് കുറുകി വരും കേട്ടോ. അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ്, ഏത് ചീസായാലും കുഴപ്പമില്ല, സ്ലൈസ് ആയിട്ടുള്ള വരുന്നതോ അല്ലെങ്കിൽ ചെറിയ ക്യൂബായിട്ട് വരില്ല അതായാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മൊസറല്ല ചീസാണ്. അതും കുറച്ച് ഓർഗാനും കൂടി ഇടും കേട്ടോ. ഓർഗാനും കൂടി, പിന്നെ ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ആക്കാം. ഞാൻ ഇവിടെ അത് ആഡ് ആക്കില്ല. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ വൈറ്റ് സോസ് റെഡിയായി. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇവിടെ പാക്കറ്റ് മേടിച്ചതാട്ടോ. വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ള എണ്ണയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. ആരെങ്കിലും ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കഴിക്കേണ്ട റെസിപ്പി ആട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്തത്. എന്താ പറയുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ പിസ്സ എല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആക്കി എടുത്തു. ഇപ്പോഴാട്ടോ ഞാനിതിലേക്ക് മാവ് ആഡാക്കി കൊടുക്കുന്നത്. മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 3-4 സ്പൂണ് കോൺഫ്ലവറും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ നനവൊക്കെ ഒന്ന് മാറിയിട്ട് ഫുൾ മാവിൻ്റെ കോട്ടിങ് ആയി എടുക്കണം കേട്ടോ. കുറച്ച് മാവ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി മാവ് ആഡ് ആക്കിയിട്ട് നല്ലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ വരണം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് ക്യൂബാക്കി എടുത്തതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ കഴിയും കേട്ടോ. വലിയ പീസസ് ആണെങ്കിൽ കുറച്ച് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ മാവ് കരിഞ്ഞു പോകും. അപ്പോൾ തിന്നായിട്ടുള്ള പീസസോ അല്ലെങ്കിൽ ക്യൂബായിട്ടുള്ള പീസസോ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ചിക്കന് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഫ്ലാറ്റായിട്ടുള്ള
അങ്ങനത്തെ ടൈപ്പ് പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബൗളിലാട്ടോ സെറ്റാക്കുന്നത്. ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തു. ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കോ, പിന്നെ ക്യാബേജും ഓനിയനും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലുണ്ടാക്കി വെച്ച ആ സോസില്ല വൈറ്റ് സോസ് ഒന്ന് കുറച്ച് കൂടുതലായിട്ട് തന്നെ എനിക്ക് കഴിച്ചപ്പോൾ ഫീലായി. കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ, ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പിസ്സൻ്റെ സോസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേമാതിരി തന്നെ കുറച്ച് ഒരു ലെയറും കൂടി ആക്കി കൊടുക്കുക. കുറച്ച് ഓർഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലെക്സ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സും കൂടി ഒന്ന് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൂട്ടട്ടോ. എനിക്കൊക്കെ സ്പൈസി ആയിട്ടുള്ള ഇതാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നതാട്ടോ. അപ്പോൾ കുറച്ച് അതേമാതിരി തന്നെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് മെൽട്ടാവാൻ വേണ്ടി കുറച്ചൊന്ന് ഡബിൾ ബോയിൽ മാതിരി കുറച്ച് നേരം ബോയിലാക്കി എടുത്തിട്ടാട്ടോ ഞങ്ങൾ കഴിച്ചത്. എന്താ വെച്ചാൽ ചീസ് ഇടുന്നതിനോട് കുറച്ച് ചൂടോടുണ്ടെങ്കിൽ ആ ചീസൊന്ന് മെൽട്ടായി കിട്ടും. അപ്പോൾ ചീസൊന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്ക വരാനും കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ മാതിരി കുറച്ചൊന്ന് സ്റ്റീം ആക്കിയിട്ട് എടുത്തിട്ടോ. അപ്പോൾ ഇതാ മെൽട്ടായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആ ചിക്കനൊക്കെ ഒരു ജ്യൂസി ടൈപ്പായിട്ട് നല്ല അതിൻ്റെ മേലത്തെ കോട്ടിങ് കുറച്ച് ക്രഞ്ചി ടൈപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ ഫ്രണ്ട്സ്.